തീയിൽ കുരുത്ത സമരജ്വാല പീരുമേടിന്റെ ജനനായകൻ കെ സലിംകുമാർ. സൗമ്യമായ പെരുമാറ്റവും എന്നാൽ അനീതിക്കെതിരെ അഗ്നിപടർത്തുന്ന സമരവീര്യവും ഒത്തുചേർന്ന അപൂർവ വ്യക്തിത്വമാണ് കെ സലിംകുമാർ. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറിയായും LDF ജില്ലാ കൺവീനറായും പ്രവർത്തിക്കുന്ന അദ്ദേഹം പീരുമേട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ സ്വരമായി നിയമസഭയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. പട്ടിണിയോട് പടവെട്ടി വളർന്ന ബാല്യം. തൊടുപുഴ ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ മഞ്ചിക്കല്ലിൽ 1.5 സെന്റ് ഭൂമിയിലെ ഓലപ്പുരയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ദാരിദ്ര്യം നിഴൽ വിരിച്ച ബാല്യത്തിൽ അച്ഛൻ തങ്കപ്പന്റെ ചെറിയ ചായക്കട പൂട്ടിയപ്പോൾ കുടുംബം പുലർത്താൻ അദ്ദേഹം കള്ളുഷാപ്പിൽ ജോലിക്ക് പോയി. 10ാം ക്ലാസ്സിന് ശേഷം പഠനം തുടരാനാകാതെ കൂലിപ്പണിക്ക് ഇറങ്ങേണ്ടി വന്ന സലിംകുമാർ ജീവിതത്തിന്റെ കയ്പുനീർ കുടിച്ചാണ് വളർന്നത്. തൊടുപുഴയിലെ ഒരു പീടികയിൽ ജോലി ചെയ്യവേ AITUC യൂണിയനിൽ ചേർന്നതിനാണ് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. എന്നാൽ ആ 19കാരൻ വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായില്ല. കടയുടെ മുന്നിൽ ബെഞ്ചിട്ട് അദ്ദേഹം സത്യാഗ്രഹം ആരംഭിച്ചു. പോലീസുകാർ ദിവസവും അദ്ദേഹത്തെ ആ ബെഞ്ച് തലയിലേറ്റിച്ച് സ്റ്റേഷനിലേക്ക് നടത്തിക്കുകയായിരുന്നു. എന്നാൽ വിട്ടുകൊടുക്കാതെ സ്റ്റേഷനിൽ നിന്നിറങ്ങി വീണ്ടും അതേ ബെഞ്ചുമായി അദ്ദേഹം സമരപന്തലിലെത്തി. ഒടുവിൽ വ്യാപാരി പ്രമാണിമാരെ വിറപ്പിച്ച ആ സമരം തൊഴിലാളി വർഗത്തിന്റെ വലിയ വിജയമായി മാറി. ശുചീകരണ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുരംഗത്ത് സജീവമായ സലിംകുമാർ പിന്നീട് ഇടുക്കിയുടെ സമരഭൂമികളിലെ സ്ഥിരം സാന്നിധ്യമായി. തോട്ടം തൊഴിലാളികൾ, ചെത്തുതൊഴിലാളികൾ, സപ്ലൈകോ ജീവനക്കാർ എന്നിവരുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം നിരന്തരം പോരാടി. വഴുത്തല ഭാസ്കരൻ എന്ന ഗുരുനാഥന്റെ പാത പിന്തുടർന്ന് പാർട്ടി ഓഫീസിലെ പോസ്റ്റർ ഒട്ടിക്കൽ മുതൽ ജില്ലാ സെക്രട്ടറി പദം വരെ അദ്ദേഹം എത്തിച്ചേർന്നു. സലിംകുമാറിന്റെ സമരവഴികളെല്ലാം ശക്തവും വ്യത്യസ്തവുമായിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് മണ്ഡലം സലിംകുമാറിനെ കാത്തിരിക്കുകയാണ്. സാധാരണക്കാരന്റെ നോവറിയുന്ന അവരോടൊപ്പം മണ്ണിലിറങ്ങി പ്രവർത്തിക്കുന്ന ഈ നേതാവ് നിയമസഭയിലെത്തുന്നത് പീരുമേടിന്റെ വികസനത്തിന് പുതിയ ഊർജം പകരും. നമസ്കാരം. ഞാനിപ്പോ മലയോര മേഖലയുടെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. ഇടുക്കി ജില്ലയിൽ പീരുമേട് മണ്ഡലത്തിൽ ഇന്ന് നമുക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോടൊപ്പമാണ് ഞാനുള്ളത്. സലീം സാർ, നമസ്കാരം. കാരണം കേരളം മുഴുവൻ തീപ്പൊരി വാർച്ചുകൊണ്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ മാധ്യമമായിട്ട്. അപ്പോൾ നമ്മളുടെ നാട്ടിലുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുന്നുണ്ട്, ആ നാടിന്റെ വിശേഷം പഠിക്കുന്നുണ്ട്, ആ നാടിന് വേണ്ടതൊക്കെ എന്താണെന്നും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ഇപ്പം ആസന്നമായിരിക്കുന്ന 16ാമത് നിയമസഭാ ഇലക്ഷൻ അങ്ങ് കാണുന്നത് എങ്ങനെയാണ്? 16ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രാജ്യത്തിന്റെ ശബ്ദമാണ്. രാജ്യത്തിന് മാതൃകയായിട്ടുള്ള ജനപക്ഷ ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. എല്ലാ പ്രതിരോധങ്ങളെയും അതിജീവിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി മുന്നോട്ടു പോകുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന് ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇത് മലയോര മേഖലയാണ്, തോട്ടം തൊഴിലാളികളാണ് ഏറെയുള്ളത്. അവരുടെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇനിയും നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് അങ്ങ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു വന്നാൽ അവർക്ക് ആദ്യം അങ്ങ് പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണമായിട്ട് 10 വർഷമായി. ഈ ഗവൺമെന്റ് തുടർഭരണം എന്ന നിലയിൽ 10 വർഷം മുമ്പ് വരുമ്പോൾ ഏറെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു നമ്മുടെ ജില്ലയിൽ നിലനിന്നിരുന്നത്. വിശേഷിച്ച് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങള്, പട്ടയ സംബന്ധമായ വിഷയങ്ങള്, നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങള്, ഏലം കൃഷിക്കാരെ ബാധിക്കുന്നതായ പ്രശ്നങ്ങള്, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളും അതോടൊപ്പം നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളും ഈ കൂട്ടത്തില് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളതാണ്. എന്നാൽ ജില്ലയിലെ എല്ലാ വിഷയങ്ങളും ഈ 10 വർഷത്തിനിടയിൽ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒട്ടനവധിയായ നടപടി സ്വീകരിക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിഞ്ഞു. നമ്മളിപ്പോ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ജില്ലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ജില്ലയിലെ കൃഷിക്കാരെയും തൊഴിലാളികളെയും സാധാരണക്കാരെയും ചേർത്ത് പിടിച്ച ഒരു ഗവൺമെന്റിന് വീണ്ടും 3ാം മൂഴം തുടർഭരണത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ള പിന്തുണയാണ് നമ്മൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ഗ്രാറ്റുവിറ്റി കിട്ടേണ്ടതായ വിഷയം നിലനിൽക്കുന്ന ചില തോട്ടങ്ങളുണ്ട്. എന്നാൽ കഴിഞ്ഞ 4.5 വർഷത്തിലെ കാലം വാഴൂർ സോമൻ MLA എന്ന നിലയിൽ കേരളത്തിലെ ഗവൺമെന്റിൽ തൊഴിൽ വകുപ്പിൽ ഇടപെട്ടതിന്റെ ഭാഗമായി നമുക്ക് 24 കോടി രൂപ ഗ്രാറ്റുവിറ്റി മേടിച്ച് തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനിയും ചില തോട്ട ഉടമകൾക്ക് തോട്ട ഉടമകൾ പൈസ നൽകേണ്ടതായ വിഷയം നിലനിൽക്കുന്നുണ്ട്. അവിടെയും ചില വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പലതും കോടതി സംബന്ധമായ കേസുകളാണ് നമ്മളെ ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ തടസ്സമായി കാണുന്നത്. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് തോട്ടം തൊഴിലാളികളെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയിട്ട്
പല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ ഗ്രാറ്റുവിറ്റി അടക്കം തൊഴിലാളികൾക്ക് കിട്ടുവാനും അവരുടെ തൊഴിൽ സംരക്ഷിക്കുവാനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ തോട്ടം തൊഴിലാളികൾക്ക് 48 രൂപ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്ത് ചേർത്ത് നിർത്തിയത്. അതിനേക്കാളും വലിയൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് 20 കോടി രൂപ തൊഴിൽ വകുപ്പും മുഖ്യമന്ത്രിയും ഗവൺമെന്റും തോട്ടം തൊഴിലാളികളുടെ ലയം നവീകരിക്കാൻ കൊടുത്തു എന്നതാണ്. അത് ചെറുതായി കാണേണ്ട വിഷയമല്ല. ഒറ്റമുറി ജീവിതവുമായി പോകുന്ന തോട്ടം തൊഴിലാളികളുടെ ജീവിതം, അവരുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തണമെന്നുള്ള ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് അത് വലിയ ഒരു സംഭവമാണ്. പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികൾ അത് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നോട് അവരത് ഷെയർ ചെയ്യുമ്പോഴും പങ്കുവെക്കുമ്പോഴും വലിയ ആത്മാഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ ഗവൺമെന്റിനെ കാണുന്നത്. അതോടുകൂടെ അവരൊരു കാര്യം കൂടി പറഞ്ഞു, തോട്ടം തൊഴിലാളികൾക്കും ഭൂമിയും വീടും ആ കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റും റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് രാജനും ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതെല്ലാം വലിയ ആശ്വാസകരമാകുന്നതും സന്തോഷകരമാകുന്നതുമാണ്. അതുകൊണ്ട് തോട്ടം തൊഴിലാളികൾക്ക് ഒരു തരത്തിലുമുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാതെ കാത്തു സംരക്ഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് പിന്തുണ അവരുടെ ഭാഗത്തുനിന്ന് 100% പ്രഖ്യാപിച്ചിട്ടുണ്ട്. പീരുമേട് താലൂക്ക് ആശുപത്രി വലിയ വികസനത്തിന്റെ പാതയിൽ സഖാവ് വാഴൂർ സോമിന് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ ചികിത്സകളും അവിടെ ലഭ്യമാകും. മെഡിക്കൽ കോളേജ് ഇടുക്കിയിലേക്ക് പോകുന്നതിനുള്ള ചില സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് കഴിയും. അത് വിശേഷിച്ച് നമ്മൾ അറിയേണ്ടത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോകുന്നതിന് ഏറ്റവും എളുപ്പമെന്ന് പറയുന്ന ചില മേഖലകളുണ്ട്. അതിന് ചിലപ്പോൾ ജലഗതാഗതമാണ് അതിന് ഉപയോഗപ്രദമാകുന്നത്. അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഗൗരവമായി പഠിക്കും. ആരോഗ്യരംഗത്ത് ഉള്ള ചില കുറവുകൾ പരിഹരിക്കുന്നതിനായിരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിനാണ് മുൻകൈ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാവിധമായ വിജയാശംസകൾ.